മണി ഡി മണിയേ റിങ്കി പിങ്കി എവിടെയെല്ലാം എന്ത് രവിയേട്ടാ? എവിടെ രണ്ടെണ്ണം? ആര്? റിങ്കിയും പിങ്കിയോ? ഓ നിന്റെ അരിമ സന്താനങ്ങൾ എവിടെ? എന്ത് കയ്യിൽ കമ്പ്? ഇതുകൊണ്ടൊരു ആവശ്യമുണ്ട്. എവിടെ രണ്ടെണ്ണം? മോളിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും. അല്ല ഇന്ന് നേരത്തെ എത്തിയല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ബാങ്കിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറക്കിടില്ല. നീ എന്തെന്നെ വിളിക്കാത്തത്? അത് ഓഫീസിൽ ഓഡിറ്റ് ആണ്, വിളിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? പിള്ളേര് പറഞ്ഞു. നിങ്ങൾ എന്തിനാ വിളിക്കാത്തെ? എനിക്ക് സൗകര്യമില്ലായിരുന്നു. പിങ്കി പക്ഷെ എന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. പിങ്കി പിങ്കി ഓ നീ ഇത് ഇവിടെ കയറി വരുന്നത്? നിങ്ങൾ ഇത് എന്തോ ചെയ്യണേ? എന്ത് കാര്യം പറ. കാര്യം പറഞ്ഞുതരാടി. ആദ്യം അതുങ്ങൾക്ക് അത് നിനക്കുണ്ട്. എനിക്കാ? എന്ത് കാര്യം? കാര്യമുണ്ട്. രണ്ടിനെ കൈ കിട്ടട്ടെ. ഞാൻ മര്യാദയ്ക്ക് പറയണ, ഇങ്ങോട്ട് വാ. പിങ്കി റിങ്കി ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് അടി വേറെയാണ്. പിങ്കി പിള്ളേരെ ഇങ്ങോട്ട് വാ കേട്ടോ. എവിടെയാണ് ഓടിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ് നല്ലത്. ഇതുകൊണ്ട് നിൽക്കുന്നത് രണ്ടെണ്ണോ? ഇവിടെ പാടി, ഇവിടെ പാടി. ഓടരുത്. എന്നെ ഓടിക്കല്ലേ റിങ്കി, ഓടിക്കരുതെന്നാണ് പറയണത്. അച്ഛാ അടിക്കല്ലേ അച്ഛാ. ഇവിടെ നില്ലടി. ഓടിക്കരുത്. അവിടെ നില്ല. നിങ്ങളൊന്ന് അടങ്ങിയിട്ട് കാര്യം എന്താന്ന് പറഞ്ഞു. കാര്യം എന്താ? ചോദ്യര് രാവിലെ എന്താ സംഭവിച്ചത്? ചോദ്യര് നീ എന്താ രംഗി? എന്തോന്ന് അവളുടെ അഭിനയം കണ്ടോ? അടിച്ച് പൊട്ടിച്ചോളയും. മണി ഞാൻ രാവിലെ പോയപ്പോഴേ പറഞ്ഞതാണ് ട്രിപ്പിൾസ് പോണ്ട, പ്രശ്നമാവുമെന്ന്. അതിന്റെ പറഞ്ഞ അനുഭവിച്ചു. ട്രിപ്പിൾസ് പോയപ്പോ അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി വഴിയിൽ ഇറങ്ങി എന്നോട് രാവിലെ പിള്ളേർ പറഞ്ഞു. ഓഹോ, കഥ ഇവിടെ ഒന്ന് വേറെ രീതിയിൽ തിരിച്ചു പറയിപ്പിച്ച. കഴിഞ്ഞു പോട്ടച്ചാ. കഴിഞ്ഞു പോട്ടെന്നോ? ഇത്രയ്ക്ക് അറിഞ്ഞതുള്ള എന്താണ് സംഭവം? മണി രാവിലെ ഇവിടെ പോയത് മുതലേ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച്. വണ്ടി കയറിയത് മുതൽ സ്പീഡിൽ പോ. വേറെ ആരും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പയ്യെ പോകുന്നതിന് കുറ്റം. ഒരു പ്രായമായ മനുഷ്യൻ വണ്ടിയുടെ മുമ്പ് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞു തരുമോ അയാളെ? എന്തോ പിങ്കി? അയ്യോ ഞാൻ ഒന്നും പറഞ്ഞില്ല. ചേച്ചി എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. പിങ്കി വെള്ളം പറയാം, അടിച്ച് പൊട്ടിച്ചോളേ ഞാൻ കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇതാണ് ഇപ്പൊ വലിയ സംഭവം. അതാണെന്നാ? അത് തന്നെ. ട്രിപ്പിൾസ് പോയതിന് പോലീസ് പിടിച്ച്. അപ്പോഴാണ് രണ്ടും കൂടെ മുങ്ങിക്കളഞ്ഞത്. പിന്നെ പിടിച്ചെന്ന് പറയാൻ പറ്റില്ല, പിടിപ്പിച്ചതാണ്. ഞാൻ മൈതാന റോഡിന്റെ അവിടെ ദൂരെ കണ്ട് ചെക്കിങ് നടക്കുന്നത്. ഞാൻ വണ്ടി നിർത്തിയിട്ട് രണ്ടെണ്ണത്തിന് പറഞ്ഞ് ഇറങ്ങി നടക്കാൻ. അപ്പൊ പറയാണ് അച്ഛ ഫാമിലി ആയതുകൊണ്ട് പോലീസ് കൈ കാണിക്കില്ല, പൊയ്ക്കോളാൻ. പോലീസുകാർ അടുത്തെത്തി അവർ കൈയും കാണിച്ചു കണ്ടു. അമ്മ ഞങ്ങള് കോൺഫിഡന്റ് ആയിരുന്നു പോലീസ് കൈ കാണിക്കൂലെന്ന്. വിട്ടങ്ങ് പോണ്ടേ. ഈ അച്ഛ ഒന്ന് പതറി, അതാണ് പോലീസ് പിടിച്ചത്. ഞാൻ പതറി? ഞാൻ വല്ല തെറിയും വിളിച്ച് പറയും കേട്ടോ. പുറകിരിക്കുന്ന രണ്ടെണ്ണത്തിന് ഹെൽമെറ്റും ഇല്ല, എന്നിട്ട് പോലീസിന്റെ മോട വർത്തമാനവും. നിങ്ങൾ എന്തോന്ന് പറഞ്ഞു പിള്ളേരെ? ഞാൻ പറഞ്ഞ് ഇവള് കുട്ടിയാണ്, 16 വയസ്സേ ആയിട്ടുള്ളൂ. ഇത് ട്രിപ്പിൾസ് ആയിട്ടൊന്നും കൂട്ടാൻ പറ്റൂല. ബുക്കും പേപ്പറും ക്ലിയർ ആണെന്ന് എസ് ഐ ചോദിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു ഓന്ന്. ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ വണ്ടി തുറന്ന് ബുക്കും പേപ്പറും എടുത്ത് എസ് ഐ എടുത്തുണ്ട്. എന്നിട്ട് പരിശോധിക്കാൻ പറഞ്ഞു. അയാൾ വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പോഴിവൾക്ക് പരിശോധിച്ചേ പറ്റുള്ളൂ. പരിശോധിച്ചപ്പം പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ല. അച്ഛനല്ലേ പറഞ്ഞ എല്ലാം ക്ലിയർ ആണെന്ന്? അതല്ലേ ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തത്. അത് പൊല്യൂഷൻ ടെസ്റ്റിന്റെ ഡേറ്റ് തീർന്നാലും ഞാൻ അറിഞ്ഞില്ല. എന്തായാലും കുട്ടി അച്ഛന്റെ ഭാഗത്താണ് അല്ലേ ചേച്ചി? പിന്നല്ല. അതെ, അച്ഛന്റെ ഭാഗത്ത് തന്നെയാണ് കുറ്റം. ഈ രണ്ട് തടിക്കാളകളെ രാവിലെ വണ്ടി കയറ്റിക്കൊണ്ട് പോയതിന്. അയ്യോ കാളയല്ല, പശു എന്നല്ലേ പറയേ. തുളച്ചോളയും കേട്ടോ. ഇതിപ്പോ വലിയ കുറ്റമൊന്നും അല്ലല്ലോ. നിങ്ങളെ പിടിച്ച് ജയിലൊന്നും ഇട്ടില്ലല്ലോ, കൊലക്കേസൊന്നും അല്ലല്ലോ. ജയിലിട്ടിരുന്നെങ്കിൽ അതാണ് നല്ലത്. ഇതിപ്പോ 1000 രൂപയാണ് പോയത്. കോടതി കൊണ്ടടയ്ക്കുകയാണെങ്കിൽ 2000 രൂപയാണെന്ന് പറഞ്ഞു. ഞാൻ പോക്കറ്റിൽ പൈസ തപ്പുമ്പോഴത്തേക്ക് രണ്ടും കൂടെ മുങ്ങിക്കളഞ്ഞു. ഞാൻ കയ്യിലുണ്ടായിരുന്ന പൈസ തപ്പി പറക്കിയിട്ട് 900 രൂപ കൊടുത്ത്. ഇനി 100 രൂപ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണം. അയ്യോ, 1000 രൂപ പോയല്ലേ? ഇതാണ് പറഞ്ഞത്. ഒരു കാറ് വാങ്ങിയിരുന്നെങ്കിൽ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിർത്തടി. അയ്യോ, നിങ്ങളുടെ പാട്ട വണ്ടിയിൽ പിള്ളേരെ കയറ്റിക്കൊണ്ടുപോയി പോലീസ് പിടിച്ചാൽ എന്നെ ഇതിനടിക്കുന്ന മനുഷ്യ. രാവിലെ രണ്ടും കൂടെ വന്ന് വണ്ടി കയറിയപ്പം സാരമില്ല, കേറിയില്ലേ, ഇനി പോവാൻ നോക്കെന്ന് പറഞ്ഞില്ലേ, അതിന്. കണ്ടോ, ചോന്നതടിച്ച്. പോട്ടമ്മ സാരമില്ല. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ശാരീരിക പീഡനത്തിനും മാനസിക പീഡനത്തിനും എല്ലാം കൂടെ ചേർത്തിട്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. എന്താ പറയുന്നു? ഞാനൊക്കെ അമ്മയ്ക്ക് ഉരുളയ്ക്ക് പേര്